മാമനിട്ട പൂക്കളത്തേട്ട് മക്കൾ പണിയാണല്ലോ രണ്ടുപേരും കൂടി. അലങ്കോലപ്പെടുത്തി കളയരുത്. 10 പേരൊന്ന് കണ്ടോട്ടെ മാമനിട്ട പൂക്കളം. ഇന്ന് പൂക്കളമായി, നാളെ മാവേലി വരും. മാവേലി ആരാന്നറിയോ? ആരാണ്? ഓണത്തിന് വിഷ് കഴിഞ്ഞിട്ടും തരാൻ വരുന്ന പപ്പാഞ്ഞല്ലേ? മൊത്തം സാമ്പാറാക്കി കളഞ്ഞല്ലേ എല്ലാം കൂടി ചേർത്ത്. നാളെ മാമന്റെ ഒരു പാട്ടുണ്ട്. അടിപൊളി പാട്ടല്ലേ? പത്രമിടുന്നത് ബംഗാളി, പിന്നെ പാത്രം കഴുകണ് ബംഗാളി, തെങ്ങിൽ കയറണ് ബംഗാളി, പിന്നെ തേങ്ങ പൊതിക്കണ് ബംഗാളി, തെങ്ങിൽ കയറണ് ബംഗാളി, പിന്നെ തേങ്ങ പൊതിക്കണ് ബംഗാളി. ബംഗാളിനെ കണ്ടിട്ടില്ലേ? നമ്മുടെ മെഹബൂലൊക്കെ ബംഗാളിയാണ്. അവൻ അവിടെ നിന്ന് വന്നാണ്. അവൻ കണ്ടില്ലേ? തലക്ക് ഓളമാണ് വൈ. നീ എന്താണ് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് വല്ല കാര്യമുണ്ട്? അത് അവിടെ കൂട്ടിക്കിടന്നോളൂല്ലേ? ചേട്ടാ പാവാണ് ചേട്ടാ. മക്കള് പോയിട്ട് കുഞ്ഞാലടിക്കും. ഊന്നാളുണ്ടോ ചേട്ടാ? ഞാൻ ആടിയാവളാ ഊന്നാള്. ഞാൻ അത് കുട്ടിക്ക് നീ ചേട്ടാ പാവാണ് ചേട്ടാ, തുറന്നു വിടാ ചേട്ടാ. പക്ഷേ തുറന്നു വിടാൻ കാശ് മുടക്കി മേടിച്ച കിളിയാണ്. അതിനെ തുറന്നു വിട്ടിട്ട് നിനക്ക് എന്ത് സുഖം കിട്ടൂടാ? ബന്ധുറ കാഞ്ഞന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പറയും. അതൊക്കെ നീ പഠിച്ച എനിക്കറിയാം ചേട്ടാ. പറന്ന് കിടക്കട്ടെ ചേട്ടാ ഇത്. എന്നാ അത്ര രാമായണം ഇരിപ്പുണ്ട്, അതും കൂടി എടുത്ത് തിരിച്ചു വായിക്കും. എനിക്കറിയാം. മറ്റേ പുഷ്പവിമാനത്തിൽ പോയല്ലേ, അതും അറിയാം. എനിക്കറിയാം ചേട്ടാ. എല്ലാം നിന്നിൽ നിന്ന് ഇപ്പൊ ഞാൻ പഠിക്കേണ്ട ഗതികേടായി. ഇത് പറന്ന് കിടക്കണം ചേട്ടാ, പറന്ന് കിടക്കണം. നീ പറന്ന് കിടക്കണമെന്ന് പറഞ്ഞ് നീ ആ കൂട്ടിക്കിടക്കണ പട്ടീനെ അഴിച്ചു വിട്ടിട്ട് അന്ന് പോയതാണ് ആ പട്ടി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പട്ടി പോയി നന്നാ ചേട്ടാ, നല്ല കടിയടിക്കും. പിന്നെ നിന്നെയൊക്കെ കടിക്കാതെ എങ്ങനെ ഇരിക്കുക ചേട്ടാ? കീറിയെങ്കിൽ ഏതെങ്കിലും തയ്യക്കടെ കൊണ്ട് തയ്പ്പിക്കുക, അല്ലെങ്കിൽ പുതിയത് മേടിച്ചിട്. എന്റെ ചേട്ടാ അതല്ലല്ല, പിന്നെ പാമ്പ് കീറി കീരി. അത് പാമ്പുണ്ടെങ്കിൽ കീരി വരും. ആ മാവേലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആൾക്കാർ വരുന്നുണ്ട്. അവർ വരുമ്പോ അത്തപ്പൂക്കളം നോക്കും. ആരിട്ടാണെന്ന് ചോദിച്ചാൽ ഞാനിട്ടാണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. എന്തിനാ ചേട്ടാ? നാളല്ല ചേട്ടാ ഈ ഇതിട്ടത്. നീ ഇട്ട് ചേട്ടനോട് ഞാൻ എത്ര നാളായി പറയണ പൊക്കിള് വേണം. എന്റെ പൊക്കൾ നിനക്ക് എന്തിനാടാ? പൊക്കിളല്ല ചേട്ടാ, ഇത് ഇടാനായിട്ട് പൊക്കിള് വേണം. പൂവ്, പുഷ്പം. ഞാനും അതാണ് ആലോചിക്കണം. അവര് വരുന്നുണ്ട്. അപ്പൊ അവര് വിളിക്കുമ്പോ പറഞ്ഞേക്കണം ഒരാളി ഇട്ടാണ് ഞങ്ങളുടെ കയറി പറഞ്ഞേക്കണം. എന്തിനാ ചേട്ടാ എന്നോട് പറയണം? നല്ലപോലെ ജീവിക്കും ചേട്ടാ, പണിയെടുത്ത് ജീവിക്കുക. നീ പണിയെടുക്കടാ. ഞാൻ പണിയെടുത്തു. 4 പേരും തിന്നണ്ടല്ലോ ഇവിടെ വന്നിരുന്നു. മുമ്പായിട്ട് ഇങ്ങനെ തുറന്നു വിളിച്ച ചേട്ടാ. നീ അതിനെ തുറന്നു വിടണ്ട. ഞാൻ നിന്നോട് പറഞ്ഞു വിടുവേ. പ്രസിഡന്റ്, ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പോയ കാര്യം എന്തായി? പോയ കാര്യമൊക്കെയാണ്. ആർച്ചിന്റെ അവിടെ എന്നെ കാണിച്ചു വെച്ചത്. നമ്മുടെ മാവേലി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 49ാമത് വാർഷികം സുസ്വാഗതം. പ്രസിഡന്റ് മലങ്കാളി എന്നാണ് അവിടെ എഴുതി വെച്ചേക്കണം. അത് മലങ്കാളി എന്ന് എഴുതാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളി കുടുംബങ്ങൾ 150 ഉണ്ട്. അവർ 200 പേരുണ്ട്. അവരും നമ്മളും കൂടി ചേർന്നാണ് നമ്മുടെ ഓണാഘോഷം നടത്തുന്നത്. അപ്പൊ അത് ഒരു തരിപ്പാകട്ടെ, അവർക്കൊരു പങ്കാളി ആകട്ടെ എന്ന് വെച്ചിട്ടാണ് മലയാളിയുടെ മായും പിന്നെ ബംഗാളിയുടെ ഗ്ലീയും കൂടി ചേർത്ത് മലങ്കാളി നിട്ടത്. അവരാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പരിപാടിക്ക് അവസാനം വരെ നിന്നത്. അറിയാലോ നിങ്ങൾക്ക്? അതറിയാം. ലാസ്റ്റ് വരെയും പിടിച്ചു നിർത്തി. അത് എന്റെ ഒരു മിടുക്കാരനെ ഞാൻ പിടിച്ചു നിർത്തിയതാ. ലാസ്റ്റ് സമയത്ത് ഒരു മനുഷ്യനുണ്ടായില്ല, ബംഗാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തും പറഞ്ഞ് പിടിച്ചു നിർത്തിയവരെ. ഞാൻ അവസാനം പിരിഞ്ഞു പോകുന്നവർക്ക് ഹാൻഡ്സ് തരാന്ന് പറഞ്ഞു. ഹാർട്ട് കൊടുത്താ 3 മാലയാണ് മേടിച്ചിട്ട് കൊടുത്തത്. എന്റെ പൊന്നു പ്രസിഡന്റ്, എന്നാലും അവിടെ നമ്മൾ എഴുതുമ്പോൾ ഒരു വൃത്തി വേണ്ടേ? മലയാളി ആൻഡ് ബംഗാളി അസോസിയേഷൻ അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഇവന് ചോദ്യം കൊണ്ട് വരുമോ? അതൊരു പ്രസക്തി ആയില്ല. ഇപ്പൊ ഇതുപോലെ ആൾക്കാർ ചോദിക്കട്ടെ. ഫുഡിന്റെ കേസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫുഡ് എത്ര എന്ത് പറഞ്ഞു? 400 പേരുടെ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. രാജുവിനാണ് ഏർപ്പാട് ചെയ്തിരിക്കണം. കാറ്ററിംഗ് ഒരു 450ലേക്ക് പിടിക്കും. അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോകും. അത് പോകും. എന്ത് പറഞ്ഞു? ഒരിലക്ക് 155 രൂപയാണ് ചോദിക്കണം. ഇലക്ക് ഇപ്പൊ ഭയങ്കര വിലയാണ്. ഞാൻ വേണമെങ്കിൽ ഒരു 100 ഇല 50 രൂപ ഞാൻ തന്നെ. അപ്പൊ ഫുഡ് അടക്കണോ? ഇത് ഫുഡ് അടക്കം ഒരിലക്ക് 185 രൂപ. 12 തരം തൊടുകറി, പപ്പടം, പഴം, പായസം, 2 തരം പായസം എല്ലാം ഉണ്ട്. വിളമ്പാൻ വിളമ്പാൻ 2 ഫീമെയിൽ ഉണ്ടാവും. 2 പോരാ, 4 എണ്ണമെങ്കിലും വേണമെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 2 4 കൊള്ളാൻ പ്രസിഡന്റ് തനി സ്വഭാവം ഇറക്കരുത്. എന്തെന്ന്? കഴിഞ്ഞ പ്രാവശ്യം തൊടുകറി എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് ഇങ്ങനെ തോണ്ടാൻ നിൽക്കരുത്. അത് തോണ്ടിയതല്ല, ഇവർക്ക് വിളമ്പി കൊടുക്കുമോളെ അവർക്ക് വിളമ്പി കൊടുക്കുമോളെ എന്ന് പറഞ്ഞു. കമ്മീഷനുണ്ട്, ഞാൻ പറഞ്ഞേക്കാം. തോണ്ടനേനല്ല, വനിതാ കമ്മീഷനേ ഉണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പിടിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ബംഗാളിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവരാണെങ്കിൽ റിസോർട്ട് അങ്ങോട്ട്. അതുകൊണ്ട് എറണാകുളം കൊണ്ട് ചെല്ലണ്ട കേട്ടാ. അത് ഈ ബംഗാളികൾ പണിയെടുക്കണ കാണുമ്പോഴല്ലേ കൊതിയാകണം. വല്ല ബംഗാളിലും ജനിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. ഇവിടെ വന്ന് പണിയെടുത്ത് ജീവിക്കായിരുന്നു. ഇപ്പൊ ബംഗാളി ഇല്ലാത്ത സ്ഥലം എവിടെയുള്ളത്? ബംഗാള് അവിടെ ഇല്ലല്ലോ, അവരെല്ലാം ഇവിടെ അല്ലേ. ഒരിടത്തും ഇല്ലടാ ഇപ്പൊ. ഇതേ വേറെ കേസുണ്ട് പ്രസിഡന്റ്. ഉദ്ഘാടനം ആരെ കൊണ്ട് ചെയ്യിക്കും? ഉദ്ഘാടനം ഇന്ത്യ പ്രതി പ്രസിദ്ധ സിനിമാ താരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണല്ലോ. കാശ് ഇഷ്ടംമാര് വേണ്ടേ? എന്തിന്? സുപ്രണ്ട് മോഹൻ പ്രസിദ്ധ് അവരിപ്പോ സിനിമാ താരമല്ലേ, അവൻ വന്ന് ഉദ്ഘാടനം ചെയ്യില്ലേ? ഉദ്ഘാടനത്തിന് വേണമെങ്കിൽ യേശുദാസിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് പ്രസിദ്ധ ഗായകൻ യേശുദാസ്. ലക്ഷങ്ങൾ മുടക്കണം. വേണ്ട, വണ്ടിക്കാശ് കൊടുത്താൽ മതി. വണ്ടിക്കാശ് എന്ന് പറയുന്നത് പുള്ളി വന്നത് സ്കൂട്ടറിനോ ഓട്ടോറിക്ഷക്കോ അല്ലെങ്കിൽ കാറിനോ അല്ല. അമേരിക്കയിലാണ്. അവിടെ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്, അതാണ് ടിക്കറ്റ് കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അത് നീ കൊടുക്കുക? അത് കൊടുക്കണം. എത്ര ലക്ഷം വേണ്ടി ഒരു ബിസിനസ് ക്ലാസ് ഇല്ലാതെ പുള്ളി കയറുക? എന്റെ പൊന്നോ, അത് നടക്കൂല. അതെ,
ഈ മാവേലി ആരാണ്? മാവേലി ആരാണെന്നാ? ബാ പറഞ്ഞുതരാം. ആ എന്നാ പിന്നെ പറ. നീ ചോദിച്ചത് മാവേലി ആരായിരുന്ന അല്ലേ? ഒരു മലയാളിയായ നീ മലയാളിയായി എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞിരിക്കണം മാവേലി ആരാണെന്ന്. അസുര ചക്രവർത്തിയായിരുന്നു, വിരോചനന്റെയും ദേവാംബയുടെയും മകനായിരുന്നു, മഹാശക്തനും മഹാഭക്തനുമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് മഹാബലി എന്നുള്ള പേര് വന്നത്. കേരള നാട് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. എന്റെ പ്രസിഡന്റ്, അത് ഒറിജിനൽ മാവേലി. ആ നമ്മളോട് ചോദിച്ചതേ, നമ്മുടെ നാളത്തെ പരിപാടിക്ക് നമുക്കൊരു മാവേലി വേണ്ടേ? വേണോ? നല്ല പരിപാടികളൊക്കെ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ ഇനി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. ഉണ്ണികൃഷ്ണൻ ചേട്ടനാ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ തോറ്റതുകൊണ്ട് തോറ്റ ആ വീട് കയറാൻ വേണ്ടിയിട്ട് ഇനി വരില്ലെന്നാ എന്നോട് പറഞ്ഞു. രവിയില്ല കേട്ടോ എന്തായാലും. അതിനാശം നമുക്കൊന്നും രവിയില്ല. ആ വയറൊക്കെ ഉള്ള 150 കിലോ വെയിറ്റ് ഉള്ള മറ്റേ പുള്ളി അത് വരത്തില്ല. പുള്ളിയുടെ കാര്യമൊന്നും പറയണ്ടപ്പ. പുള്ളി പിന്നെ നല്ല തടിയും ആ വയറില്ലേ, ആ വയറിലെ പുള്ളി പുലിയുടെ ചാറ്റ് പിടിച്ചു ഇത്ര വലുപ്പത്തി. സംഭവം എന്ന് വെച്ചാൽ ഷുഗർ വന്നിട്ട് ആകെപ്പാട് പോയി പുള്ളി വലിഞ്ഞുണങ്ങി. അപ്പൊ ആ പുലി ഇപ്പം മൂങ്ങേനെ പോലെ ഇത്രയൊക്കെ ചുരുങ്ങിപ്പോയി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടികളും കാര്യങ്ങളെല്ലാം 10 മണിക്കൂർ രാവിലെ അത്തക്കള മത്സരമുണ്ട്. അതിന് പ്ലാസ്റ്റിക് സാധനം ദൈവത്താണ്. പ്ലാസ്റ്റിക് പൂക്കൾ ഇടുന്ന വീട്ടിൽ മത്സരത്തിൽ പെടുത്തുന്നതല്ല. വൈകുന്നേരം 5 മണിക്ക് യോഗം ആരംഭിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം, ഞാൻ അധ്യക്ഷൻ. അല്ല, മെയിനായിട്ട് വേണ്ട നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കാര്യമൊന്നും അത് പറയണം. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു പഞ്ചായത്ത് ആയിരിക്കണം അടുത്ത കൊല്ലം. പ്ലാസ്റ്റിക് നമുക്കിനി വേണ്ട. അത് വേണ്ട, നമുക്ക് മാവേലിനെ കൊണ്ട് സന്ദേശം കുടിപ്പിക്കണം. നമ്മുടെ ഓണാഘോഷത്തിന്റെ ഐഡിയ തന്നെ അതാണല്ലോ, പ്ലാസ്റ്റിക് നിരോധനത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട്. എന്താടാ, ഞാൻ ബാബുവിനെ വിളിച്ചു. അവൻ കുറച്ച് റേറ്റ് കൂടുതലാ പറയണേ. എത്ര പറഞ്ഞു? 7000 രൂപ. 7000 രൂപയെ ഒരു ഫുള്ളും കൊടുക്കണം. അതൊന്നും വേണ്ട വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം 1500 ഫുള്ളും ആയിരുന്നു. അവന് 7000 ഒക്കെ ഡിമാൻഡ്. ഞാനൊരൊറ്റ ഐഡിയ പറഞ്ഞുതരാം. കാര്യം നമ്മൾ പരിപാടി നടത്തുമ്പോ അതിനകത്തൊരു മോശം വരാൻ പാടില്ലല്ലോ. ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് പിന്നെ കായിലെ കാശും പോകാൻ പാടില്ല. നമുക്ക് ഇത്തിരി ലാഭം ഉണ്ടാകണം. അവനോക്കെ അവിടെ നോക്കി വേലക്കാരനാ. നമ്മുടെ പയ്യൻ എങ്ങനെയുണ്ട്? എന്റെ പ്രസിഡന്റ് അത് പോരാ കേട്ടോ. പൊക്കക്കുറവ് തന്നെയല്ല, പുള്ളിക്കൊരു മാവേലിയുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. എടാ, ഈ മാവേലിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര പുറത്തൊരു അമ്മം കുമ്പ, കട്ടിയുള്ള മീശ, കഷണ്ടി, അതൊക്കെ പഴയ സങ്കല്പമാണ്. ശരിക്കും സുന്ദരനാണ് മാവേലി. അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ. എടി, ഇവനെ ആപ്റ്റല്ലേ, ഇവനാ പതിയും 999 രൂപ കൊടുത്താൽ മതി. 1000 രൂപ തേച്ചു കൊടുക്കണ്ട. അല്ല, അതിൽ കാര്യമില്ല. ഞാനിപ്പോ എന്റെ മനസ്സിലാക്കിച്ചിട്ട് വേറെ ഐഡിയ ആണ് വന്നത്. എന്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരോടച്ച് റെസീറ്റ് വേണം, ജാമ്യത്തിൽ ഇറക്കണം, അവന്റെ കേസ് തീർക്കണം. പുലിവാലല്ലേ? അതല്ലെന്ന്, എന്റെ കെയർ ഓഫിൽ ഒരാളുണ്ട്. നമ്മുടെ പിന്നെ ആ ജംഗ്ഷനിലെ ആക്രിക്കട നടത്തണം, പപ്പനാവന്റെ കട നിൽക്കുന്ന പുള്ളിയില്ലേ, ആ ബംഗാളി. അവൻ പ്ലാസ്റ്റിക് ഒക്കെ ചവിട്ടി കുട്ടിക്കും. നമ്മുടെ സന്ദേശം അത് തന്നെയാണല്ലോ. നമ്മുടെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കും, നാടിനെ രക്ഷിക്കൂ. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു പഞ്ചായത്ത്. ഇവനാണ് പ്ലാസ്റ്റിക് കണ്ടാക്കലിയ കയറ്റി വിടണവനാ. ഇവനാവുമ്പോ 100 പക്ഷെ എന്ത് കൊടുക്കേണ്ടി വരും? ഒരു 1500 രൂപ കൊടുക്കണം. അത്ര മതിയാ? 1500 രൂപ കൊടുക്കണം. വൈകുന്നേരം ഒരു പൈന്റ് മേടിച്ചു കൊടുക്കണം. അടിച്ചിട്ട് നിൽക്കൂലല്ലോ. അടിച്ചിട്ട് നിൽക്കൂല. ജോലി കഴിഞ്ഞിട്ടുള്ള പരിപാടികളുള്ളൂ. പിന്നെ നമ്മൾ വേറെ ടെൻഷൻ അടിക്കണ്ട. വിദ്വേഷത്തിൽ വരികയും ചെയ്യും. വിദ്വേഷത്തിൽ വന്നിട്ട് എന്താ കാര്യം? മാവേലി എന്ന് പറഞ്ഞ പുഞ്ചിരിച്ച് നിൽക്കണം, അല്ലാണ്ട് വിദ്വേഷത്തിൽ വന്നിട്ട് എന്താ കാര്യം? അതല്ലെന്ന്, മാവേലിയുടെ വിദ്വേഷത്തിൽ പുള്ളി വരും. കാരണം അവൻ എല്ലാ വർഷവും ഈ പരിപാടി ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ ഒരു ദിവസം പോലും വെറുതെ ഇരിക്കുമല്ല. ഓണത്തിന് 4 ദിവസം അവധിയല്ലേ. അവൻ ആ അവധി ദിവസം പോലും പണിയാൻ ഒരുത്തനാണ് പ്രസിഡന്റ്. ഇവനേക്കാൾ ഓക്കെ എന്ന് പറഞ്ഞാൽ 100 ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. പിന്നെ 500 പോയാലെന്താ കുഴപ്പം? ഇതാണ് എൻ്റെ ഭവനം. മാവേലി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ എൻ്റെ വീട്ടിലേക്കാണ് ആദ്യത്തെ മാവേലി വന്നിരിക്കുന്നത്. മാവേലി എങ്ങനെയുണ്ട്? എൻ്റെ കണ്ടുപിടുത്തമാണ്. ചേച്ചി, ഞാൻ ജംഗ്ഷനിൽ മറ്റേ കുപ്പി പാട്ട ഇരുമ്പ് തുറുമ്പെല്ലാം ചലക്കി കൂട്ടണ ബംഗാളിയാണ്, അതിഥി തൊഴിലാളി.
അയ്യോ ആദ്യത്തെ തൊഴിലാളിയാ. ആ ഇവിടുത്തെ ആള് പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഈ അറേഞ്ച് ചെയ്തല്ല ഞാൻ. അത് പറയണ്ട. എന്താണേലും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ വെക്കൂലല്ലോ. ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, മലയാളികൾ ആരും കിട്ടിയില്ല. ഇനി മലയാളികളെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാവിലെ മുതൽ ഉച്ച വരെ നിൽക്കൂല. അവർ അതിനിടയ്ക്ക് സ്മോൾ അടിക്കും. ബംഗാളി ആകുമ്പോൾ ഒരു തച്ചും പുറത്ത് അങ്ങോട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് വലിയ കുഴപ്പമില്ല. മാത്രമല്ല നമ്മളെക്കാൾ കൂടുതൽ മലയാളം അടിച്ച് കരക്കി കുടിച്ചു വച്ചിരിക്കാൻ വേണ്ടി. പിന്നെ ഈ ഓണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഈ അതിഥീനൊക്കെ എന്തിനാണ് മാവേലി? മാവേലിയുടെ ചരിത്രം മുഴുവൻ അറിയാം. ഇനി നമ്മുടെ ചരിത്രം അറിയുമെന്നാണ് എന്റെ പേടി. അതും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ഊഹിച്ചെടുക്കും. ഇന്റർവ്യൂ എടുത്തേന്ന്. മാവേലി ആരാണ് മാവേലി? മാവേലി കേരളം മുമ്പ് ഭരിച്ചിരുന്ന മഹാരാജാവ്. കൊമ്പം മീശ, കൊടവയറി, ഇങ്ങനൊക്കെ പോകൂലേ? ഞാൻ ഞാൻ ആ പിന്നെ ചവിട്ടിത്താത്തിയ കഥകളൊക്കെ അറിയാം. ചവിട്ടിത്താറ്റിങ്ങനെ അതാണ്. പിന്നെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കും, നാടിനെ രക്ഷിക്കൂ. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം പാടില്ല, പാടില്ല. അടുത്ത നടത്തണം. അതിനുവേണ്ടി ഒരു സന്ദേശവുമായിട്ടാണ് മാവേലിനെ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ചേച്ചി, ഞാൻ വൈകിട്ട് വരുമ്പോ ഇരുമ്പ് കുപ്പി പാട്ട പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഈ കോലത്തിലാണ് പാട്ട വെറുക്കാൻ നടക്കണം. ഇപ്പൊ മാവേലിയാണ് പ്ലാസ്റ്റിക് നിരോധനത്തിന് ഒരു സന്ദേശമായിട്ട് നമ്മൾ പോകുന്നത്. മനസ്സിലായോ? കുറ്റനാടൻ പുഞ്ചയിലെ പഴയ കുപ്പി പാട്ട ഇരുമ്പ് പ്ലാസ്റ്റിക് എടുക്കാണ്ട് പിന്നെ പ്ലാസ്റ്റിക്കും കുപ്പി പറക്കാനാണ് മാവേലിയുടെ വേഷത്തിൽ നിൽക്കണല്ലേ, അപ്പൊ പ്ലാസ്റ്റിക് കുപ്പി പറക്കാൻ പോകാമോ? ചേട്ടൻ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കും, നാടിനെ രക്ഷിക്കൂ. എടാ, ഇന്ന് നീ മാവേലി, നമ്മൾ അതിനായിട്ടുള്ള മെസ്സേജ് വിട്ടാണ് പോണത്. നീ അത് മനസ്സിലാക്കണം. വസിക്കും കാലം ആപത്തും അതാ പറഞ്ഞ വരി കറക്റ്റാ കേട്ടോ. ആർക്കും ആപത്തില്ല, എല്ലാവർക്കും ബാധ്യത മാത്രമേ ഉള്ളൂ. കള്ളവുമില്ല, ചതിയുമില്ല. അത് പാടാ നീ യോഗ്യനല്ല. മാവേലി മണ്ണ നീ എൻ പൂങ്കരളല്ലേ, മാറിക്കളിക്കാമ്പാ കുഞ്ഞാലാടാമ്പാ, ഒത്തൊരുമിച്ച് നമുക്ക് നിന്ന് തൊങ്കിത്തൊട്ട് കളിക്കാം. നിർത്ത്. നീ ഓണത്തിനിടക്ക് പൂട്ടുവെച്ചിട്ടുണ്ടാക്കാൻ നിൽക്കല്ലേ. ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ മാവേലി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പോണം. ഒരു 6:30 കഴിയും. എടാ, കാപ്പി പോണോന്നല്ല, അവള് ഹാപ്പി പോണോന്നാ പറഞ്ഞത്. അതെ. അപ്പൊ നമ്മുടെ മാവേലി വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ്. എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നുണ്ട്. നറുക്കെടുപ്പിന്റെ കൂപ്പൺ കൊടുക്കുന്നുണ്ട്, സദ്യ ഉണ്ട്, പിന്നെ നാടൻ പാട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കും, നാടിനെ രക്ഷിക്കും. അതാണ് ഞങ്ങളുടെ മെയിൻ സന്ദേശം. അപ്പൊ സന്ദേശം ഞാൻ പറയാം. സന്ദേശം മാവേലി പറഞ്ഞാണ് അത് കേൾക്കുന്നത്. ചേച്ചി, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ. അതാണ് നമ്മളുടെ സന്ദേശം. അതായത് നമ്മൾ ഈ പാക്കറ്റ് മിൽമ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാത്രമായിട്ട് പോവുക, പ്ലാസ്റ്റിക് ഇല്ലാത്ത പാല് വാങ്ങിക്കൊണ്ടുവരിക, മുളക്, മല്ലി, മഞ്ഞൾ, അതൊക്കെ പ്ലാസ്റ്റിക് ഇല്ലാതെ നമ്മൾ കൊണ്ടുവരിക. ഓക്കെ, ഓൾ ഓവർ പ്ലാസ്റ്റിക് നമ്മൾ ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേക്ക്, വൈകുന്നേരം വന്ന് ഞാൻ കളക്ട് ചെയ്തോളാം. അതിനിടയ്ക്ക് ബിസിനസ്സും ആയ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ പിന്നെ വൈകിട്ട് 8 മണിക്ക് നാടൻ പാട്ടുണ്ട്. അതിനുമുമ്പ് നവീന ഓണക്കളി ഉണ്ട്. അതിനുമുമ്പ് നവീന കൈകുട്ടിക്കളി വേറെ ഉണ്ട്. നവീനാണ് നടത്തുന്നത്. നവീനല്ല, പുതിയ ഒരു പ്രോഗ്രാമിന്റെ പേരാണത്. പിന്നെ കൂപ്പൺ നറുക്കെടുപ്പുണ്ട്. 20 രൂപ മുടക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് 1200 രൂപയുടെ ബെക്കാടി, സെക്കൻഡ് 1 ലിറ്ററിന്റെ സാധനം, പിന്നെ തേർഡ് പ്രൈസ് ബിയർ. ചന്ദ്രൻ അറിയല്ല, അപ്പൊ ഓണത്തല്ലും ഉണ്ടാവും. ഉറപ്പല്ലേ? പറയട്ടെ കളന്ന്. ശരി എന്നാ. അതേവനും പൂക്കളം മാലാകെ നാടാകെ മലയാളക്കറയാകെ വർണ്ണപ്പൂക്കളം. കറയല്ല, കര. പിന്നെ കടയൊക്കെ പൂട്ടി നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് വന്നേക്കണം. അവിടെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 20 രൂപയുടെ കൂപ്പൺ എടുത്ത് കഴിഞ്ഞാൽ അടിക്കുന്നത് വെക്കാടിയാണ്. വന്നേക്കണേ. അതിനായി കാണിക്കണം ചേട്ടാ, പ്ലാസ്റ്റിക് ചേട്ടാ. ഇവിടെ പ്ലാസ്റ്റിക്, നീ ഇപ്പൊ പ്ലാസ്റ്റിക് പെറുക്കണ ആളല്ല, ഇപ്പൊ മാവേലിയാണ്. ഞാൻ ഇത് കണ്ടാ പെറുക്കി പോകും ചേട്ടാ. നാളെ പെറുക്കിയാൽ മതി. ഇതിപ്പോ നമ്മൾ ഇന്ന് മാവേലിയായിട്ട് പോയാണ്. നീ സന്ദേശമൊക്കെ ഓക്കെ. ഇതിപ്പോ നമ്മൾ ഇന്ന് പെറുക്കേണ്ട സമയമല്ലേ. ഇത് സുധാകരന്റെ വീടല്ലേ? അതെ. അങ്ങോട്ട് എറിയണ്ട, അത് ഒഴിഞ്ഞു കിടക്കണ പറമ്പല്ലേ, അവിടെ കിടക്കട്ടെ. എന്താണ് ഈ കാണിച്ചത്? എന്ത്? സാധാരണക്കാരന് ഒഴിഞ്ഞു കിടക്കണ പറമ്പ് മേടിച്ച് വീട് വെക്കാനിരിക്കുമ്പോൾ ആ ഒഴിഞ്ഞു കിടക്കണ പറമ്പിലേക്കല്ലേ നമ്മൾ ഈ സാധനങ്ങൾ വലിച്ചെറിയണത്? അത് ഏറ്റവും വലിയ ദുശീലമല്ലേ? പ്ലാസ്റ്റിക് നമ്മൾ തന്നെ ഈ സന്ദേശം പരത്തിയിട്ട് നമ്മൾ തന്നെ ഈ കോപ്രായം കാണിക്കുമ്പോൾ അല്ല, അതിപ്പം പോട്ടെ, എല്ലാം അടിച്ചു വെക്ക്. കംപ്ലീറ്റ് കൊണ്ടേ കൊടുക്കേണ്ടത്. ചേട്ടാ, നാളെ ഉണ്ടോ ചേട്ടാ? നാളെ ഒന്നുമില്ല, ഞാൻ അടുത്ത കൊല്ലം ചിങ്ങത്തിൽ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടാവും. സാധനം മേടിക്കാൻ മറ്റവൻ വിട്ടിട്ടുണ്ട്. അവൻ പോയിട്ട് വരും. 2 അടിച്ചിട്ട് എടാ നീ എവിടെയെങ്കിലും കയറിയിട്ട് അതിലും മുട്ടെടുത്തിട്ടാ സാധനം കിട്ടിയാ? കുഴപ്പമില്ല.
എന്തൊക്കെയായിരുന്നു വീട് ആദരം കയറി ഇറങ്ങി. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, തേങ്ങാക്കൊല. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പൊട്ടിയില്ല, നമ്മുടെ കാശും പോയില്ല. എന്നാ പിടി. ചേട്ടാ നിങ്ങൾ ഈ കാണിക്കുന്നത്, നിങ്ങൾ കുടിക്കാനുള്ള മദ്യം മേടിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ, അതിൽ ഒഴിക്കുന്ന സോഡ മേടിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ, പിന്നെ ടച്ചിങ്സിന് അച്ചാർ മേടിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ. എല്ലാം പ്ലാസ്റ്റിക്. ഈ നാട്ടിൽ ഉപ്പ് തൊട്ട് മറ്റേ കർപ്പൂരം വരെ എല്ലാം പ്ലാസ്റ്റിക്കിൽ. ആദ്യം നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നല്ല രീതിയിലാവും. അപ്പം നിങ്ങളുടെ നാട് വെടിച്ചിലാവും. ശരിക്കും നിന്നെ ഞങ്ങൾ സമ്മതിച്ച്. നീ ഞങ്ങൾക്കൊരു ഗുരുവാണ്ട. പക്ഷെ സർക്കാരിന് നിന്നെ കാണുന്ന ഗുരുവായിരിക്കും.